ഹലോ ഗായ്സ്, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വരുന്നതെന്നറിയാം. അപ്പോൾ ഇത് രാവിലെ ആയപ്പോൾ തന്നെ എണീച്ച് പന അമ്പലത്തിൽ പോകുന്ന കരുതി അവിടെ ഉത്സവം മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പീരീഡ്സ് ഏത് സമയമാകാം എന്നുള്ള ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉത്സവത്തിന് മുമ്പൊന്ന് പോയി തൊഴണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാനും അനിയനും കൂടി തൃപ്പന അമ്പലത്തിൽ പോയി തൊഴുതു. ഇന്നവിടെ എനിക്കൊന്ന് ഒമ്പതാം ഉത്സവമായിരുന്നു ഇന്ന്. എൻ്റെ സൗണ്ട് നല്ല രീതിക്ക് പോയിരിക്കുകയായിരിക്കും, പനിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ രാവിലെ ചെന്ന് തൊഴുതു. പിന്നെ അതിന് ശേഷം എനിക്ക് വേറെ കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പം കുറേ നാൾക്ക് ശേഷം അമ്മയുടെ ഫാമിലിയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ വരുന്നതാണ്. അത് നല്ല സൂപ്പർ വൃത്തിയാക്കി ആഘോഷിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെ ഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണമായിരുന്നു. അപ്പം ഞാൻ സാരിയാണ് എടുത്തത്. ആ ബ്ലൂ സാരിയാണ് ഞാൻ എടുത്തത്. എനിക്ക് ആ കളർ രണ്ട് കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനതെടുത്തു. ഇപ്പുറത്തിരിക്കുന്നത് അമ്മയ്ക്കാണ് എടുത്തത്. അതിനുശേഷം താണ്ടി ഈ ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് അങ്ങോട്ടേക്ക് ഓടി. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പേഴ്സണലി ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര സുഖമുള്ളതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നും. പിന്നെ ഞാൻ എടുത്തൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ നോക്കി. എനിക്ക് കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനുശേഷം ചെറുക്കന്മാർക്ക് പറ്റിയ ഞാൻ എടുത്ത ബ്ലൂ കളർ സാരി ആയതുകൊണ്ട് തന്നെ അവന്മാർക്ക് ഒരു ബ്ലൂ കളർ ജുബ്ബൻ എടുക്കാൻ കരുതി. അങ്ങനെ അവന്മാർക്ക് മൂർക്കും ടൈപ്പ് തന്നെ ഒരു ബ്ലൂ കളർ ടൈപ്പ് തന്നെ ജുബ്ബ എടുത്തു. പിന്നെ അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു മുണ്ടും എടുത്തു, ബ്ലൂ കളർ കര വരുന്നത്. പിന്നെ അതിന് ശേഷം അച്ഛന് അമ്മ എടുത്ത സാരിയുടെ അതേ രീതിയിലുള്ള ഒരു ഷർട്ടും മുണ്ടും എടുത്തു. അമ്മ എടുത്തതിനകത്തൊരു മെറൂൺ ടൈപ്പ് വരുന്നുണ്ടല്ലോ, മെറൂൺ ടൈപ്പ് ആണല്ലോ ബോർഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷർട്ടും മുണ്ട് അച്ഛനെടുത്തു. അങ്ങനെ ഏകദേശം ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു വന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു സാരി മേടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയത് ശരിക്കും കുറേ സാധനങ്ങൾ പിന്നെ വാങ്ങി. എന്താ പറയുക, ഒരു കല്യാണത്തിന് ജസ്റ്റ് കയറി ഇറങ്ങിയപ്പോൾ തന്നെ കയ്യിൽ നിന്ന് 8,717 രൂപ സാഹ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം NC മാളിൽ പോയായിരുന്നു കേട്ടോ എടുത്തത്, കുണ്ട്രപ്പോയാണ് എടുത്തത്. അങ്ങനെ അതിനുശേഷം എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല തലവേദനയുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുമെന്നൊരു തോന്നൽ എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ താണ്ടെ സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ താണ്ടെ ഇറങ്ങി. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ ആ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങിയതിന് ശേഷം താണ്ടെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങ് വീട്ടിൽ ചെന്ന് അറിയാൻ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ ഒരു തണുത്ത വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. വീട്ടിൽ ചെന്നപ്പം തന്നെ ദാണ്ട് ഒരുത്തി ഇങ്ങനെ ചാടി നിൽക്കുക, എനിക്കെന്ത് കൊണ്ടുവന്നു പറഞ്ഞുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു രീതിയായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു ഉമ്മാ.